സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്യുന്നു. കൊച്ചി ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ. തട്ടിപ്പ് ആരോപണം നേരിടുന്ന കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായി ജയസൂര്യയ്ക്ക് കരാർ ഉണ്ടായിരുന്നതായി ഇഡിക്ക് വിവരം ലഭിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണോ? രോഹിണി, നേരത്തെ 2023 സംസ്ഥാന പോലീസ് അന്വേഷിച്ച ഒരു കേസായിരുന്നു ഈ നിക്ഷേപ തട്ടിപ്പ്. അത് പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുത്തു. തുടർന്ന് ഈ കേസിലെ മുഖ്യപ്രതിയായ സ്വാദിഖ് റഹീമിനെ തന്നെ പ്രതി ചേർത്തുകൊണ്ട് അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. പല സിനിമാക്കാരുമായി വലിയ ഇടപാടുകൾ തന്നെ സ്വാദിഖ് നടത്തി എന്നതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ്, മാത്രമല്ല ഇതിന്റെ ബ്രാൻഡ് അംബാസിഡറായി ജയസൂര്യ പ്രവർത്തിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ കൂടി വിശദമായി ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് എന്ന് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. സ്വാദിഖ് നിരവധി ആളുകളെ നിക്ഷേപ തട്ടിപ്പിലൂടെ വഞ്ചിച്ചിട്ടുണ്ട്. ചെറിയ തുക 25,000 രൂപ മുടക്കിയാൽ 5 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ ലാഭവീതം നൽകാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു പല ആളുകളിൽ നിന്നും ഇത്തരത്തിൽ പണം തട്ടിയിരുന്നത്. ഓൺലൈൻ ലേല ആപ്പ് എന്ന നിലയിലാണ് ഈ ഒരു ആപ്പ് ആരംഭിച്ചത്. പിന്നീട് അത് വലിയൊരു നിക്ഷേപ തട്ടിപ്പിലേക്ക് വളരുകയായിരുന്നു. നിരവധി ആളുകൾ ഈ തട്ടിപ്പിനെതിരെ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നേരത്തെ സ്വാദിഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തതും. പിന്നീട് ഇതിന്റെ നിക്ഷേപ തട്ടിപ്പിന്റെ സാമ്പത്തിക ഇടപാടുകളുടെ ഒരു വ്യാപ്തി വ്യക്തമായതോടുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഈ കേസിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നു. മാത്രമല്ല പല സിനിമാ താരങ്ങളുമായും സിനിമാ മേഖലയിലുള്ള ആളുകളുമായും എല്ലാം അടുത്ത ബന്ധമായിരുന്നു ഈ ഒരു സ്ഥാപനത്തിന്റെ സേവ് ബോക്സിന്റെ ഉടമകൾക്ക് ഉണ്ടായിരുന്നത്. അവർ ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ പരസ്യ ചിത്രീകരണത്തിലടക്കം ഈ ആളുകളെ പങ്കാളികളാക്കുകയും എല്ലാം ചെയ്തു. ചില ആളുകൾ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിൽ അണിനിരത്തുകയും എല്ലാം ചെയ്തു. അങ്ങനെയാണ് ഈ നിക്ഷേപകരെ, കൂടുതൽ ആളുകളെ ഇതിലേക്ക് ഈ ഒരു തട്ടിപ്പിന്റെ ഭാഗമായി മാറിയിരുന്നത്. മാസം 25 ലക്ഷം രൂപയാണ് സ്വാദിഖ് റഹീം നിക്ഷേപങ്ങൾക്കായി വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ പലർക്കും വാഗ്ദാനം ചെയ്ത തുക നൽകിയില്ല എന്ന് മാത്രമല്ല, അതിന്റെ ചെറിയൊരു തുക പോലും നൽകാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തി അങ്ങനെ ലക്ഷങ്ങൾ നഷ്ടമായ ആളുകളുണ്ട്. ചെറിയ തുക മുതൽ 10,000 മുതൽ ലക്ഷങ്ങൾ വരെ നഷ്ടമായ ആളുകളുണ്ട്. ഓൺലൈൻ ലേലം നടത്തുക, പല വസ്തുക്കളും അതിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമെന്നെല്ലാമായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത്. അതനുസരിച്ച് പണം നിക്ഷേപിച്ചിട്ടുണ്ട്. നിക്ഷേപിക്കുന്ന പണം പല മടങ്ങായി വർദ്ധിച്ച് മാസം അതിന്റെ ലാഭവിഹിതം പങ്കുപറ്റാൻ കഴിയുമെന്നെല്ലാമായിരുന്നു വിശ്വസിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ച് ജയസൂര്യ അടക്കമുള്ള താരങ്ങൾ അതിന്റെ ബ്രാൻഡ് ആളുകളായി മാറിയതോടുകൂടി തന്നെ അതിൽ വിശ്വസിച്ചു നിരവധി ആളുകൾ ഈ ഒരു തട്ടിപ്പിൽ ഉൾപ്പെട്ടു പോയി എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് ഇതിന്റെ സാമ്പത്തിക ഇടപാടുകൾ, എത്രമാത്രം പണം ഈ ഒരു പ്രചാരണത്തിന്റെ ഭാഗമായി ജയസൂര്യക്ക് ലഭിച്ചിട്ടുണ്ട്, സാധികമായിട്ടുള്ള മറ്റു ബന്ധങ്ങൾ, മറ്റു സിനിമാക്കാർ ആരെല്ലാമാണ് ഇതിൽ പിന്നിലുള്ള ആളുകൾ എന്നീ കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഒരു ജയസൂര്യ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായി നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടത്തുന്നത്. സിനിമാ താരങ്ങളുമായി അടുത്ത ബന്ധം തനിക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യം സ്വാദിഖ് ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലിൽ തന്നെ വ്യക്തമാക്കി. പോലീസിന് നൽകിയ മൊഴിയും അത്തരത്തിൽ തന്നെ ഉള്ളതായിരുന്നു.